തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്താണ് രഞ്ജി പണിക്കർ. തിരക്കഥാകൃത്തായിരിക്കെ തന്നെ നടനിലേക്കുള്ള രഞ്ജിത്തിന്റെ ചുവടുവെപ്പുകളും ശ്രമങ്ങളും വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിദ്ദിഖ് ലാലിലെ ലാലിനു ശേഷം സിനിമയുടെ പിന്നണിയിൽ നിന്നും മുഖത്ത് ചായം തേച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തി കഥാപാത്രങ്ങളുടെ പകർനാട്ടത്തിലൂടെ ഒരു നടനെന്ന നിലയിൽ വിജയം വരിച്ച ശക്തനായ നടനാണ് രഞ്ജി പണിക്കർ എന്ന് നടനായതിനു ശേഷം നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ നിന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് മികച്ച ഒരു ക്യാരക്ടർ നടനെ കൂടെ രഞ്ജി പണിക്കരിലൂടെ ലഭിച്ചിരിക്കുകയാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യം. എത്ര അനായാസമായ അഭിനയ ശൈലിയിലൂടെയാണ് ജേക്കബ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി രഞ്ജി പണിക്കർ സിനിമയിൽ ആദ്യാവസാനം നിറഞ്ഞു നിന്ന് അഭിനയിച്ചിരിക്കുന്നത്. ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടിറങ്ങുന്ന പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജേക്കബ് സക്രിയയുടെ ജീവിതമാണ്. ഇതിനർത്ഥം 100% രഞ്ജി പണിക്കർ എന്ന നടന്റെ സക്സസ് ആണ്. നിരവധി അഭിനയ മുഹൂർത്തങ്ങളുള്ള വെല്ലുവിളി ഉയർത്തുന്ന രംഗങ്ങളിലൂടെയാണ് ജേക്കബ് കടന്നു പോകുന്നത്. എന്നാൽ ദുരന്തങ്ങളുടെ ചുഴിയിൽ പകച്ചു നിൽക്കുന്ന ജേക്കബ് പ്രേക്ഷകരിൽ നൊമ്പരമായി. ഒരു കാര്യം നിസ്സംശയം പറയാം, ഒരു നടനെന്ന നിലയിൽ രഞ്ജി പണിക്കരുടെ കരിയറിലെ മികച്ച ചുവടുവെൽപ്പ് തന്നെയാണ് ജേക്കബ് സക്രിയ. ഓം ശാന്തി ഓശാന റിലീസ് ചെയ്ത സമയത്തിൽ ഒരു യാത്രക്കിടയിൽ വിനീത് ശ്രീനിവാസനും രഞ്ജി പണിക്കരും തമ്മിൽ കണ്ടുമുട്ടുകയും ജേക്കബിന്റെ സ്വർഗരാജ്യത്തെ പറ്റി പറയുകയും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ഉണ്ട്, അത് രഞ്ജി പണിക്കർ തന്നെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഒരു വർഷം മുമ്പ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചെന്ന് വിനീത് രഞ്ജി പണിക്കരോട് കഥ പറഞ്ഞു. വായിച്ചപ്പോൾ തന്നെ രഞ്ജി പണിക്കർക്ക് കഥാപാത്രത്തിന്റെ കരുത്ത് മനസ്സിലായി. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ജേക്കബ് സക്രിയ. ഈ കഥാപാത്രം ചെയ്യുവാൻ വിനീത് ശ്രീനിവാസൻ വിളിക്കുമ്പോൾ രഞ്ജി പണിക്കർ ഓം ശാന്തി ഓശാന എന്ന സിനിമ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രഞ്ജി പണിക്കരിലെ നടനിലുള്ള വിനീതിന്റെ വിശ്വാസമാണ് ഈ കഥാപാത്രത്തിന് രഞ്ജി പണിക്കരെ തന്നെ ഏൽപ്പിക്കുവാൻ വിനീതിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. തന്നെ വിശ്വസിച്ചേൽപ്പിച്ച കഥാപാത്രത്തെ 100% വിശ്വസ്തയോടെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ രഞ്ജി പണിക്കർക്ക് കഴിഞ്ഞു എന്ന് ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടിറങ്ങുന്നവർക്ക് മനസ്സിലാകും. സിനിമയുടെ റിലീസിംഗ് കഴിഞ്ഞ് ഒത്തിരി പേർ രഞ്ജി പണിക്കരെ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവായ കമന്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ വിളിച്ച് കരഞ്ഞവർ പോലുമുണ്ട്. അവരുടെയൊക്കെ ജീവിതവുമായി ജേക്കബ് എന്ന കഥാപാത്രത്തെ ചേർത്ത് വയ്ക്കുവാനാണ് അവർക്കിഷ്ടം. രഞ്ജി പണിക്കർ എന്ന നടന്റെ കരിയർ വികസിക്കുകയാണ്. കൈനിറയെ സിനിമകളാണ് അദ്ദേഹത്തിന്. സുന്ദർദാസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനാകുന്ന വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിൽ പ്രിസൺ സൂപ്രണ്ട് ഗോപിനാഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രഞ്ജി പണിക്കറാണ്. അഭിനയത്തിനിടയിൽ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റും എഴുതുന്നുണ്ട് രഞ്ജി പണിക്കർ. ആ പ്രോജക്റ്റ് അടുത്ത വർഷം നടക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.